PM ആർഷോ എന്ന SFI നേതാവ് മണ്ണാർക്കാട് വന്ന് UDF-നെയും ലീഗിനെയും വെല്ലുവിളിച്ചത് ആരും മറന്നിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് തിളക്കമുള്ള ജയം സ്വന്തമാക്കിയ UDF അണികൾ CPM പാർട്ടി ഓഫീസിന് മുന്നിലെത്തി ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. ഇതാണ് പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി അംഗമായ ആർഷോയെ ചൊടിപ്പിച്ചത്. പിന്നാലെ ചേർന്ന യോഗത്തിലാണ് ആർഷോ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചത്. അഭ്യാസവുമായി ഇനി CPM-ന്റെ നേരെ വന്നാൽ അതിനേക്കാൾ വലിയ അഭ്യാസം കാണിക്കുമെന്നും മുന്നറിയിപ്പാണെന്ന് മാത്രമല്ല ഇത് താക്കീതാണെന്നും പറഞ്ഞാണ് അന്ന് ആർഷോ എന്ന യുവജന നേതാവ് പ്രസംഗം അവസാനിപ്പിച്ചത്. ആർഷോയുടെ പ്രസംഗം ആദ്യം ഒന്ന് കേട്ടു നോക്കാം. നിങ്ങൾ പാർട്ടി അറിയുന്ന ചില അഭ്യാസവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ആ അഭ്യാസം പാതിയല്ല മുഴുവനും അറിയുന്ന ആളുകളാണ് ഈ തെങ്കരയിലും മണ്ണാർക്കാടുമുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ എന്ന നല്ല ബോധ്യം മുസ്ലിം ലീഗ് ഉണ്ടായിക്കൊള്ളണം. നിങ്ങൾ ഈ പാതി അറിയുന്ന അഭ്യാസമായിട്ട് നട്ടപ്പാതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ഞങ്ങൾ മുഴുവൻ അറിയുന്ന അഭ്യാസം തിരിച്ചങ്ങ് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച മണ്ണാർക്കാട് പരിസരത്ത് മുസ്ലിം ലീഗ് അവശേഷിക്കില്ല എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ആ പണിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ആവർത്തിച്ച് ഒരു മനുഷ്യന്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഒരു രാഷ്ട്രീയ മുന്നണിക്ക് സാധ്യമാകുന്നതിന്റെ പരമാവധി നമ്മൾ നെല്ലിപ്പടി പറയുമല്ലോ, ഈ ക്ഷമയുടെ നെല്ലിപ്പടിയും വന്നു നിൽക്കുന്ന ഘട്ടത്തിലും ഈ അഭ്യാസ പ്രകടനവുമായി ലീഗ് ഇറങ്ങിയാൽ അതേ നാണയത്തിൽ തിരിച്ച് ഇടതുപക്ഷത്തിനും മറുപടി പറയേണ്ടതായി വരും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം നിങ്ങളുടെ അണികളെ ഈ തെറ്റായ പ്രവണതയിൽ നിന്നും തിരുത്തുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഈ അവസരത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ നാടിനകത്ത് മണ്ണാർക്കാട് ചില ആളുകൾ, ചില ഉത്തരവാദിത്വപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഈ ദിവസങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമുണ്ട്. അവർ ഈ ദിവസങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം തെറ്റായ സമീപനാണ് എന്ന് ഞങ്ങളെക്കാൾ ബോധ്യമുള്ള ആളുകളായിരിക്കും മണ്ണാർക്കാട്ടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ. MP വിളിച്ചാൽ, MLA വിളിച്ചാൽ ആ നിർദ്ദേശത്തിനനുസരിച്ച് പക്ഷാപാതപരമായി പെരുമാറുക എന്ന കാഴ്ചപ്പാടോടുകൂടി ചില ആളുകൾ, മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും പ്രശ്നക്കാരാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. മുഴുവൻ ആളുകളും തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാൽ ചില ആളുകൾ അങ്ങേയറ്റം തെറ്റായി, ബയാസ്ഡായിട്ട് ചില സമീപനം സ്വീകരിക്കുന്നു. നിങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മണ്ണാർക്കാട് പോലീസുകാരോട് നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവണം. നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്ത് നിങ്ങൾ നിലയുറപ്പിച്ചില്ലെങ്കിൽ, നിങ്ങൾ അനീതിയുടെ പക്ഷത്ത് ആവർത്തിച്ച് നിലയുറപ്പിച്ചാൽ സ്വാഭാവികമായും തെങ്കരയിലെ DYFIയെ സംബന്ധിച്ച്, തെങ്കരയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അനീതി മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ രംഗത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ സ്വാഭാവികമായും ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഈ നാടിന്റെ ക്രമസമാധാന അന്തരീക്ഷമാകെ പ്രയാസത്തിലേക്കാകും എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു ദിശയിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനും സമാധാനപരമായി ഈ നാടിനകത്ത് ജീവിക്കാൻ കഴിയണം. അതിനുള്ള അവസരം ഒരുക്കേണ്ടുന്ന ആളുകളാണ് ഇത് മണ്ണാർക്കാട്ടെ ഉത്തരവാദിത്വപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ. എന്നാൽ അവരിൽ ചില ആളുകൾ ബോധപൂർവം നാട്ടിലെ ക്രമസമാധാന നില തകർന്നുകൊള്ളട്ടെ, ബോധപൂർവം നാടിനകത്ത് അനാവശ്യ സംഘർഷങ്ങൾ രൂപപ്പെട്ടുകൊള്ളട്ടെ എന്നൊരു സമീപനം സ്വീകരിക്കുന്നത് അത് പൊതുവെ നമ്മുടെ നാട് മുൻകാലങ്ങളിൽ കണ്ടുവന്നിട്ടുള്ള ഒരു രീതിയല്ല. ആ രീതി തിരുത്തുന്നതിന് വേണ്ടിയും നാട്ടിൽ സമാധാനാന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾക്ക് മണ്ണാർക്കാട്ടെ ഈ തെറ്റായ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം എന്നുകൂടി സാന്ദർഭികമായിട്ട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ കേസെടുത്ത് പേടിപ്പിക്കുക, ഈ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും മുസ്ലിം ലീഗിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനലുകൾക്ക് നൽകിക്കൊണ്ട് ആവശ്യമില്ലാത്ത ഇടപെടൽ നടത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാടിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാകെ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ചു പോകും എന്ന തെറ്റായ ധാരണ ഈ ഉദ്യോഗസ്ഥർക്കുണ്ടെങ്കിൽ ആ ധാരണ കൂടി തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളണം. നിങ്ങൾ ക്രിമിനൽ കേസിൽ പെടുത്തിക്കൊണ്ട് 3-4 DYFIയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ നാടിനകത്തെ ആകെ UDF-ന്റെ ഒരു സാധ്യത ഉറപ്പുവരുത്തി കളയാം എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാല് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്തുള്ള മുഴുവൻ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും എന്നാ പിന്നെ ഞങ്ങളുടെ ഒക്കെ പേരിൽ അങ്ങോട്ട് ക്രിമിനൽ കേസുകൾ വന്നു കൊള്ളട്ടെ.
എന്തായാലും ഇപ്പോൾ പാലക്കാട് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രധാന വിനോദം ആർഷോയെ ഏറിലാക്കുക എന്നതാണ്. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ ആർഷോയ്ക്ക് കണക്കിന് കൊടുത്തത് നമ്മൾ കണ്ടു. ഇതിനു പുറമെ യൂത്ത് ലീഗും ആർഷോയുടെ മേൽ കയറിമേയുന്നുണ്ട്. പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അടിവാങ്ങിയ ആർഷോയാണോ ഞങ്ങളെ വെല്ലുവിളിക്കുന്നതെന്നാണ് യൂത്ത് ലീഗ് മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി ഷമീർ ചോദിക്കുന്നത്. ആർഷോയെ പരസ്യ സംവാദനത്തിന് ലീഗ് വെല്ലുവിളിക്കുന്നതിനും നാട് സാക്ഷ്യം വഹിച്ചു. ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇറങ്ങിവാ, പരസ്യ സംവാദമാകാമെന്നാണ് യൂത്ത് ലീഗ് പറഞ്ഞത്. ആ തീപ്പൊരി പ്രസംഗത്തിന്റെ വീഡിയോ ഒന്ന് കാണാം. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, മുസ്ലിം ലീഗിന്റെ രോമത്തിൽ തൊടാൻ നിനക്ക് തന്റെ ഉണ്ടാവില്ല. ഈ മേരി ടീച്ചറെ മക്കൾക്ക് പാലക്കാട് ഒരു RSSകാരന്റെ മുമ്പിൽ പട്ടിയെ തല്ലണ പോലെ തച്ചപ്പോ എന്റെ മേരി ടീച്ചർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ലേ? മേരി ടീച്ചറുടെ പിന്നാലെ മോനെ ഒന്ന് കാര്യം ഞങ്ങൾ തീർത്തു പറയാം. ഇനി ഒരു തവണ കൂടി നീ ഈ മണലടിയിൽ വന്ന് ആണത്തത്തോടുകൂടി ഞങ്ങളുടെ നേരെ വന്നാൽ ഒന്നുറപ്പിച്ചോ, ഐക്യജനാധിപത്യ മുന്നണി നേരെ നിന്ന് തന്റെ ഇടത്തോടുകൂടി ഒരു സംവാദത്തിന് തയ്യാറാണെന്ന് ഈ ജനസമൂഹത്തെ സാക്ഷി നിർത്തി വെല്ലുവിളിക്കാം. മണലടിയിൽ വന്നുകൊണ്ട് ഞാൻ പേരൊന്നും പറഞ്ഞുകൊണ്ട് ആളെ വലിയ സംഭവമാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പണ്ട് കൊച്ചി രാജാവിനെ പോലെ കൊച്ചി മഹാരാജാസ് കോളേജിൽ പഠിച്ച് ബിലാലിന്റെ ചിറകിലേറി കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ബിലാൽ ചിറകിലിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടന്ന് ഒരു രാത്രിയിൽ ബിലാൽ ഇങ്ങനെ എന്ത് ചെയ്യും, കാണിച്ചു കൊടുക്കും. സുരക്ഷിതമായ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ ബിലാൽ എന്ത് ചെയ്യും, ആ ചിറകൊന്ന് ഉയർത്തി കാണിക്കും. ബിലാൽ ചിറക് ഉയർത്തി കാണിക്കുമ്പോ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഉയർത്തി താഴ്ന്നോക്കും. അപ്പൊ സുരക്ഷിതമായ സ്ഥലം കാണുമ്പോ ഈ കുഞ്ഞുങ്ങളെ വിചാരം ഇതാണ് വലിയ ലോകം എന്ന് വിചാരിച്ചുകൊണ്ട് ബിലാലിനെതിരെ പ്രസംഗിക്കാൻ വേണ്ടി, ബിലാലിന്റെ കയ്യും കാലും വെട്ടാൻ വേണ്ടി മണ്ണാർക്കാട്ടിൽ ഗീർവാണം പ്രസംഗം നടത്തി. അതവരുടെ കുടുംബ വിഷയം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഈ ബിലാലിനെ വെട്ടാൻ വേണ്ടി വാളയാർ പരമശിവുമായി പാലക്കാട് കൊമ്പുകോർത്തു. ഇങ്ങനെ വാളയാർ പരമശിവുമായി കൂട്ടുകൂടി ബിലാലിനെ വെട്ടാൻ വേണ്ടി മണ്ണാർക്കാട് കയ്യും കാലും വെട്ടുന്നൊക്കെ പറഞ്ഞ് ഗീർവാണ പ്രസംഗം നടത്തിയ മഹാൻ മണലടിയിൽ വന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പാതി അഭ്യാസവുമായി എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ട്. ഒന്ന് ഈ മഹാനോട് ഞങ്ങൾ വ്യക്തമായി പറയാം, ഇത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. പുന്നാര ബിലാലിനെ വെല്ലുവിളിച്ച മഹാന്, നീ ബിലാലിനെ വെല്ലുവിളിച്ച മേരി ടീച്ചറുടെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ ഇങ്ങനെ പറഞ്ഞു നടന്നല്ലോ. മേരി ടീച്ചറുടെ മകനാണ് ഞാന്, ഞങ്ങൾക്ക് വേറെ മക്കളുണ്ട്. ഈ മേരി ടീച്ചറുടെ മക്കൾക്ക് പാലക്കാട് ഒരു RSSകാരന്റെ മുമ്പിൽ പട്ടിയെ തല്ലണ പോലെ തച്ചപ്പോ എന്റെ മേരി ടീച്ചർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ലേ? എന്താ മേരി ടീച്ചർക്ക് എന്താ മക്കൾ എന്താ കണ്ണിപ്പിപ്പോയോ? മണ്ണാർക്കാട് വന്ന് ബിലാലിന്റെ സ്വന്തം കുടുംബകാർക്ക് വേണ്ടി കയ്യും വെട്ടും കാലും വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഗീർവാണ പ്രസംഗം നടത്തുന്ന ഈ മഹാന് പാലക്കാട് പോയി ഒരു RSSകാരന്റെ കയ്യിൽ നിന്ന് മുഖത്തേക്ക് അടിവാങ്ങുമ്പോ, അതും ചാനലുകാരൻ നിന്ന് അടിവാങ്ങുമ്പോ ഈ മഹാൻ എന്താ മേരി ടീച്ചറെ മക്കളാന്നൊക്കെ പറയുമ്പോ ആ മേരി ടീച്ചറെ മക്കളൊന്ന് കൈവിരൽ അനക്കാൻ വേണ്ടി തയ്യാറായോ? CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരിക്കുന്ന ഒരുവന് മുഖത്തേക്ക് RSSകാരൻ ആഞ്ഞടിച്ചപ്പോ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ മഹാനാണ് മണ്ണാർക്കാടിന്റെ മണലടിയിൽ നിന്ന് വെല്ലുവിളിക്കുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, മുസ്ലിം ലീഗിന്റെ രോമത്തിൽ തൊടാൻ നിനക്ക് തന്റെ ഉണ്ടാവില്ല. നിങ്ങളാണായി പറക്കേണ്ടി ഒന്നും കൂടി ഞങ്ങളെ മേത്തൊന്ന് തുറന്നെങ്കിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങളെ പാതി അഭ്യാസം, നിങ്ങളുടെ മുഴുവൻ അഭ്യാസം ഞങ്ങൾ പറഞ്ഞുതരാം. ഈ മഹാന്റെ മുഴുവൻ അഭ്യാസം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. കൊച്ചിയിൽ വെച്ചുകൊണ്ട് പറവൂർ മണ്ഡലത്തിലെ ബ്ലോക്ക് ഡിവിഷനിലെ കെടാമംഗലം എന്ന് പറയുന്ന ഒരു ബ്ലോക്കിൽ ഒരാൾ മത്സരിച്ചിരുന്നു. പേര് AISFന്റെ ഒരു നേതാവാണ്. ജയിച്ചോ തോറ്റോ എന്നുള്ള വേറെ വിഷയം. ഈ AISF നേതാവിനെ, LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഈ AISFന്റെ നേതാവിനെ ജാതി അധിക്ഷേപം നടത്തി തന്തയില്ലാത്ത കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് ജാതി അധിക്ഷേപം നടത്തിയതാണ് നിന്റെ മുഴുവൻ അഭ്യാസമെങ്കിൽ മുസ്ലിം ലീഗിന്റെ മുഴുവൻ അഭ്യാസം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി സ്മിജ എന്ന് പറയുന്ന ഒരു ദളിത് പെൺകുട്ടിയെ വൈസ് പ്രസിഡന്റ് ആക്കിയതാണ് മുസ്ലിം ലീഗിന്റെ മുഴുവൻ അഭ്യാസം എന്ന് പറയുന്നത്. ഈ പറയപ്പെടുന്ന മഹാന്റെ മുഴുവൻ അഭ്യാസം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിൽ പരീക്ഷ എഴുതാതെ സർട്ടിഫിക്കറ്റ് പാസ്സാക്കി ജയിപ്പിച്ചതാണ് ഇയാളുടെ മുഴുവൻ അഭ്യാസം എന്ന് പറയുന്നെങ്കിൽ ഞങ്ങളുടെ മുഴുവൻ അഭ്യാസം എന്ന് പറയുന്നത് വയനാട് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് ഓരോ വീടുകളിലും 15,000 രൂപ നൽകി, ഓട്ടോ ടാക്സിക്കാർക്ക് ഓട്ടോ ടാക്സി നൽകി, ബൈക്കില്ലാത്തവർക്ക് ബൈക്ക് നൽകി 100-ലധികം വീടുകൾ വെച്ച് നൽകുന്നു. അതാണ് മുസ്ലിം ലീഗിന്റെ മുഴുവൻ അഭ്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് എന്താപ്പോ വലിയ ഹാലളകാനുള്ള കാരണം? ഇതിനെന്താണ് അടിസ്ഥാനം?
തത്വത്തിൽ ഈ പാർട്ടി ഓഫീസിന് മുമ്പിൽ വെച്ചുകൊണ്ട് പാട്ട് പാടി. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. എന്താ പാട്ട്? തോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. എന്താ സംശയം ഗിരീഷ്? ആരാ സ്വർണം കട്ടത്? ഇന്നലെ ആരെ പിടിച്ചത്? നിങ്ങൾ ഏത് ഗീർവാണം വിട്ടാലും 1000 വട്ടം പറയും സ്വർണം കട്ടത്, സ്വർണം കട്ടത്, സ്വർണം കട്ടത് സഖാക്കളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞാലും പറയും. ഒന്ന്, ഈ പറയപ്പെട്ട മഹാന് പാലക്കാട് ജില്ലയിൽ വന്നതു മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഈ മണ്ണാർക്കാട് പ്രാന്തപ്രദേശങ്ങളിൽ. ഈ തൊട്ടടുത്ത നജാത്ത് എന്ന് പറയുന്ന കോളേജിൽ ഒരു എ സോൺ കലോത്സവം നടത്തി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഈ എ സോൺ കലോത്സവം നടക്കുന്ന സമയത്ത് ഇയാൾക്കൊരു ഹോബി എന്താന്ന് ചോദിച്ചാൽ പോലീസിന് 2 തെറി പറയാം. ഇപ്പൊ ആരാ ഭരിക്കുന്നത്? LDF ഗവൺമെന്റ്. ആരാണ് ആഭ്യന്തരമന്ത്രി? പിണറായി വിജയൻ. ഏത് പോലീസാ നിയന്ത്രിക്കുന്നത്? പിണറായി വിജയന്റെ പോലീസ്. ആർക്കെതിരെയാണ് ഈ മഹാൻ സംസാരിക്കുന്നത്? പിണറായി വിജയന്റെ പോലീസിനെതിരെ. സ്വന്തം പോലീസുകാരെ പോലും നിലനിർത്താൻ പറ്റാത്ത ഒരു ഭരണമുണ്ടെങ്കിൽ ഹേ മിസ്റ്റർ, നിങ്ങൾ രാജിവെച്ചു പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡിവൈഎസ്പിയോട് പറഞ്ഞു എ സോൺ കലോത്സവം 2 ദിവസം നിർത്തിവെക്കണം എന്ന് പറഞ്ഞു. കാരണമല്ലാതെ നിർത്തിവെക്കാൻ പറ്റൂല എന്ന് സധൈര്യത്തോടെ ഡിവൈഎസ്പി പറഞ്ഞു. അങ്ങനെ വരെ ചർച്ച കഴിഞ്ഞിട്ട് പറഞ്ഞു 2 മണിക്കൂർ നിർത്തിവെക്കാൻ പറഞ്ഞു. യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമുദ്രായ നേതാക്കൾ പറഞ്ഞു 2 മണിക്കൂർ പോയി 2 മിനിറ്റ് പോലും എ സോൺ കലോത്സവം ഈ മണ്ണിൽ നിർത്തിവെക്കില്ല, ആണാണെങ്കിൽ തടയൂ എന്ന് പറഞ്ഞു. ആണത്തത്തോടുകൂടി ഞങ്ങൾ എ സോൺ കലോത്സവം നടത്തിയില്ലേ? ഈ നേതാവിന്റെ വലിയ വിടുവായിട്ട് എവിടെയിരുന്നു? അവിടെ മണ്ണാർക്കാട് ശാന്തമായി പോകുന്ന മണ്ണാർക്കാടിന്റെ പ്രദേശങ്ങളിൽ കൊലവിളി മുദ്രാവാക്യം വിളിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? പാലക്കാട് പോയി അടിവാങ്ങിയത് ആരുടെ നേതൃത്വത്തിലാണ്? കെങ്കരുടെ മണ്ണിൽ വന്നുകൊണ്ട് ഭീഷണി സ്വരം ഉയർത്തുന്ന ആരാണ്? ഈ മഹാൻ പാലക്കാട് എന്ന് കാലുകുത്തിയോ പാലക്കാടിന്റെ മാൻഡ്രക്കായിട്ടാണ് ഈ മഹാൻ അറിയപ്പെടുന്നത്. ഈ മഹാ വലിയ വീടുവായിത്തം പറയുന്നില്ല. സ്വന്തം വാർഡ് പിച്ചളമുണ്ട അല്ല ബി ചേച്ചി തച്ചമ്പാറയിലെ പാലക്കയാണ്. തച്ചമ്പാറയിലെ പാലക്കയം വാർഡ് അവിടെ ജയിച്ചിട്ടുണ്ടോ? പാലക്കയം വാർഡ് ജയിച്ചിട്ടുണ്ടോ? പാലക്കാട് ജയിച്ചിട്ടുണ്ടോ? ഇല്ല. നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബീന ചേച്ചിയാണ്. സ്വന്തം വാർഡ് ജയിക്കാതെ, സ്വന്തം ബ്ലോക്ക് ജയിക്കാതെ, സ്വന്തം ജില്ലാ പഞ്ചായത്ത് ജയിക്കാതെ, സ്വന്തം പഞ്ചായത്ത് ജയിക്കാതെ നാട്ടാരെ പുറത്ത് കയറാൻ വരണ്ട ഈ മഹാന്. ഈ മഹാന് നാട്ടാരെ പുറത്ത് കയറണ്ട. ഇയാൾ കൊച്ചിയിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് പോകാതെ പരീക്ഷ എഴുതിയിട്ടില്ല, റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഇയാൾ അഭ്യാസമാണ് പറയുന്നത്. ഇയാൾ അഭ്യാസം എന്താ നാട്ടിലറിയണല്ലോ. റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോ PM മാർഷോ എന്ന് പറയുന്ന വ്യക്തി പാസ്സായിട്ടുണ്ട്. പരീക്ഷ എഴുതാതെ പാസ്സായ ലോകത്തിലെ ഏക വ്യക്തിയാണ് SFIയുടെ മുൻകാല സംസ്ഥാന സെക്രട്ടറി PM മാർഷോ എന്ന് പറയുന്നത്. സ്വന്തം സുഹൃത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റ് തിരുത്തിയ വിരുദ്ധനാണ്. ആ ആഭാസം ഞങ്ങളുടെ കയ്യിലില്ല. മുസ്ലിം ലീഗിന്റെ അഭ്യാസം കൊണ്ട് തടയാൻ വെല്ലുവിളിക്ക്. മുസ്ലിം ലീഗിന്റെ അഭ്യാസവുമായി മുഖാമുഖം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. വെല്ലുവിളിക്കാൻ ഈ പറയപ്പെട്ട മഹാനെ മണലടി സെന്ററിലേക്ക് ഞങ്ങൾ വെല്ലുവിളിക്കാൻ. മുസ്ലിം ലീഗിന്റെ അഭ്യാസവുമായി നിങ്ങൾ താരതമ്യം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ അഭ്യാസം ഞങ്ങൾ പറയാം. ക്യാൻസർ ബാധിച്ച പാവപ്പെട്ട മനുഷ്യരെ നോക്കുന്ന ഡയാലിസിസ് സെന്റർ ഞങ്ങൾക്കുണ്ട്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ചീറിപ്പായുന്ന പാണക്കാട് ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ആംബുലൻസ് ഞങ്ങൾക്കുണ്ട്. ബൈത്തുറഹ്മ 10,000 ബൈത്തുറഹ്മ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ അഭ്യാസം പഠിച്ചതിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടുകളിൽ പാണക്കാട് ശിഹാബ് തങ്ങളുടെ പേരിൽ റിലീഫ് സെന്ററുകളുണ്ട്. ഞങ്ങളുടെ അഭ്യാസം ഞങ്ങളെ പഠിപ്പിച്ചെന്ന പൂർവികർ ഇതാണോ? നിങ്ങളെ പോലെ മാർക്ക് പരീക്ഷ എഴുതാതെ മാർക്ക് തേടി PSCയിൽ കയറി നാട്ടുകാരുടെ നെഞ്ചത്ത് കയറല്ല ഞങ്ങളുടെ അഭ്യാസം. പിന്നെ ഒന്ന് പറയാം. മേരി ടീച്ചറുടെ പുന്നാര മോനെ ഒന്ന് കാര്യം ഞങ്ങൾ തീർത്ത് പറയാം. ഇനി ഒരു തവണ കൂടി നീ ഈ മണലടിയിൽ വന്ന് ആണത്തത്തോടുകൂടി ഞങ്ങളുടെ നേരെ വന്നാൽ ഒന്നുറപ്പിച്ചോ, ഐക്യജനാധിപത്യ മുന്നണി നേരെ നിന്ന് തന്റെ ഇടത്തോടുകൂടി ഒരു സംവാദത്തിന് തയ്യാറാണെന്ന് ഈ ജനസമൂഹത്തെ സാക്ഷി നിർത്തി വെല്ലുവിളിക്കാം. നിന്റെ ഒരു വിചാരം ഉണ്ടാവും, ഈ മണ്ണാർക്കാട്ടങ്ങാടിയിൽ വന്ന് 4 സംസാരിച്ചുകൊണ്ട് ഈ മണ്ണാർക്കാട്ടങ്ങാടിയിൽ ഞങ്ങളങ്ങ് മൂക്കിലേക്ക് വലിച്ചു കയറ്റാമെന്ന് അങ്ങനെ വ്യാമോഹം ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ. ഞങ്ങള് CPMന്റെ ഓഫീസിന് മുമ്പിൽ പ്രകടനം നടത്തി പടക്കം പൊട്ടിച്ച അതേ പ്രകടനം പാലക്കാടിന്റെ തെരുവോരങ്ങളിൽ നിന്റെ മുഖത്തേക്ക് അടികിട്ടിയ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന BJPയുടെ പാലക്കാടിന്റെ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഈ പറയപ്പെട്ട